ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ ഒരു പൊരിഞ്ഞ പോരാട്ടം മലയാള സിനിമയിൽ നിന്ന് ഉണ്ടാകാൻ പോവുകയാണ്. നാളെ റിലീസൊന്നുമില്ല. നാളെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നാളെ രാത്രി 8 മണിക്ക് എത്തുമെന്ന് അവർ നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ ലോഞ്ചിങ് രാഗം തിയേറ്ററിൽ വെച്ച് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടൻ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി തന്നെ രാവിലെ 10 മണിക്ക് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറുമായിട്ട് എത്തുന്നുണ്ട്. അപ്പം നാളെ അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ആര് ഭരിക്കുമെന്നുള്ള കാര്യം. നമുക്ക് രണ്ട് സിനിമയെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ടും ഈ സിനിമയ്ക്ക് റീച്ചുള്ള സിനിമ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഹൈപ്പുള്ള സിനിമ എന്ന് പറയുന്നത് ബസൂക്കയാണ്. അതുകൊണ്ട് ഒട്ടും കുറവല്ല തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. തുടരും എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാമിലി സിനിമയാണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ സിനിമയ്ക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ത്രില്ലിംഗ് എലമെന്റ്സ് ഉള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് വലിയ വലിയ രീതിയിൽ ഓഡിയൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സിനിമ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. അതൊരു വെറും കുടുംബ സിനിമയല്ല, അതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ തമിഴ് മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ദൃശ്യം മോഡലുള്ള ദൃശ്യം ടൈപ്പ് ഒരു സിനിമയാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതായത് സ്ലോ ബേണിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ് അവസാനം ഈ സിനിമ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇനി ഹൈപ്പ് കൂടാനുള്ള സാധ്യതയുള്ളൂ നാളത്തെ ട്രെയിലറോടുകൂടി. അപ്പം ബസൂക്കയുടെ ട്രെയിലർ നാളെ ഇറങ്ങുന്നു. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ നാളെ ഇറങ്ങുകയാണ്. അപ്പം ഫാൻസുകാർക്ക് ആഘോഷിക്കാനുള്ള വക തന്നെ ഉണ്ട് ഇതിനകത്ത് രണ്ടും. ഈ രണ്ട് ട്രെയിലറുകളും ആൾക്കാർ ഏറെ പ്രതീക്ഷിക്കുന്ന ട്രെയിലറുകളാണ്. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറാണെങ്കിലും ബസൂക്കയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട്. കാരണം ബസൂക്ക എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. സ്റ്റൈലിഷ് റോളുകൾ ചെയ്യാൻ മമ്മൂട്ടിയെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ എന്ന് മലയാള സിനിമയിൽ വേറൊരാളുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കാരണം ഈ സിനിമയുടെ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പം രാവിലെ 10 മണിക്കാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നത്. അത് കത്തി അമരുന്ന സമയത്ത് രാത്രി 8 മണിയാകുമ്പം ബസൂക്കയുടെ ട്രെയിലറുമായിട്ട് മമ്മൂട്ടിക്ക് എത്തും. എന്നാൽ ബസൂക്കയുടെ ട്രെയിലർ ലോഞ്ചിൽ മമ്മൂട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇല്ലെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം മമ്മൂട്ടി ഇപ്പം സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം മമ്മൂട്ടി ഇല്ലാതെയുള്ള മമ്മൂട്ടിയുടെ ഹൈപ്പുള്ള സിനിമയുടെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആദ്യമായി നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. മമ്മൂക്കയുടെ ഈ ഒരു അവസരത്തിൽ മമ്മൂക്കയ്ക്ക് ഇവിടെ വരാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കൂടെ മത്സരിക്കാൻ ബസൂക്ക എത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറാണ് ആദ്യം അവർ വെളിവിടുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം അതിന് കൂടെ മത്സരിക്കാൻ വേണ്ടി ഈ സിനിമ ട്രെയിലറുകൾ തമ്മിൽ മത്സരിക്കുന്നത് ആർക്കും ദോഷകരമായി ഭവിക്കില്ല. കാരണം അത് വേറെ രീതിയിൽ കാഴ്ചക്കാരെ കൂട്ടുക എന്നുള്ളൊരു അർത്ഥം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം ഈ രണ്ട് സിനിമകളിലും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കിട്ടാൻ പോകുന്നത്, ഞാൻ തുടർന്ന് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ പോകുന്നത് ബസൂക്കയ്ക്കായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ബസൂക്ക അങ്ങനൊരു സിനിമയാണ്, സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് ഹൈപ്ഡ് മൂവിയാണ് ഇതിൽ രണ്ടിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ റിലീസിനോട് അടുക്കുമ്പോൾ തുടരുവിൻ്റെ ഹൈപ്പ് ബസൂക്കയ്ക്ക് മോളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ത്രില്ലിംഗ് എലമെന്റ്സ് അങ്ങനെയാണ്. അപ്പം ട്രെയിലർ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ രണ്ട് സിനിമയുടെയും ഹൈപ്പ് കൂടാൻ പോകുന്നത്. അപ്പം ബസൂക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏപ്രിൽ 10-ാം തീയതിയാണ് ഇറങ്ങുന്നത്. എന്നാൽ തുടരും ഇറങ്ങാൻ സാധ്യതയുള്ള ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 8-ാം തീയതിയാണ്. അപ്പം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഞാൻ ഉറപ്പായിട്ടും ബസൂക്കയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം ബസൂക്ക ഏപ്രിൽ 10-ന് ഇറങ്ങിയില്ലേ, മറ്റേത് മെയ്യിലല്ലേ ഇറങ്ങുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇറങ്ങുന്നതിന് വേണ്ടിയല്ലേ ആദ്യം കാത്തിരിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും ബസൂക്കയേക്കാളും വെയിറ്റിംഗ് ആണ് മറ്റന്നാൾ ഇറങ്ങുന്ന എമ്പുരാന് വേണ്ടി. അപ്പം എമ്പുരാന് വേണ്ടിയാണ് ഞാൻ കട്ട വെയിറ്റിംഗ്. രണ്ടാമത്തെ വെയിറ്റിംഗ് ബസൂക്കയ്ക്ക് വേണ്ടി, മൂന്നാമത്തെ വെയിറ്റിംഗ് തുടരുവിന് വേണ്ടി. അപ്പം 3 സിനിമയും ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ സിനിമയിൽ ഏത് സിനിമയാണ് കാണാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം? അതായത് ബസൂക്കയാണോ തുടരുമാണോ? എമ്പുരാൻ പിന്നെ പറയണ്ടല്ലോ. എമ്പുരാൻ കാണാൻ ആഗ്രഹിക്കാത്ത മലയാളികളില്ല. പക്ഷെ കാണാൻ പറ്റുമെന്നുള്ള സാഹചര്യത്തിലാണ്. കാരണം ടിക്കറ്റ് ഇല്ല, ഒരിടത്തും ഇല്ല ടിക്കറ്റ് എല്ലാം പോയി. ഇപ്പോൾ മല്ലിക സുകുമാരൻ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് പോലും ടിക്കറ്റ് ഇല്ലെന്നാണ്. അപ്പം പിന്നെ സാധാരണപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയണം, ഓപ്പണിംഗ് ഡേയിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള ദിവസങ്ങളിലുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.